അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദാരിദ്ര്യം മാറി സന്തോഷമുള്ള ജീവിതം കിട്ടുവാൻ വേണ്ടിയുള്ള ചെറിയൊരു ദുആ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുവാൻ വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ മതി. ഇതൊന്നും നമ്മൾ നിലനിർത്തിയാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളവരായിരിക്കും നമ്മൾ. അതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നവരുമായിരിക്കും. മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ഈ ദിക്ർ പതിവാക്കിയാൽ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടും. നമ്മുടെ എല്ലാ മേഖലയും വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് കിട്ടുവാനും അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ജോലി ലഭിക്കുവാനും ഒക്കെ ഇതൊരു കാരണമാകും. അതുപോലെ ഉള്ള ജോലിയിൽ ബറക്കത്തുണ്ടാകാനും ബിസിനസ് ചെയ്യുന്നവരുടെ ലാഭം വർദ്ധിക്കുവാനും അവരുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനും നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകുവാനും ഈ ഒരു ഇസ്മ കാരണമാകും. നമ്മുടെ ഹൃദയം നന്നാവാനും നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ള അസൂയ, കുശുമ്പ്, അങ്ങനത്തെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നുമെല്ലാം ഒരു മോക്ഷം നമുക്ക് ലഭിക്കും ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ. അതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കും, മാറ്റി നിർത്തപ്പെടും. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും. ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, കടങ്ങൾ വീടും, അതുപോലെ സമ്പത്ത് വർദ്ധിക്കും, എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും. ഇനി ഏതാണ് ആ ഒരു ചെറിയ ഇത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ആ ദുആ അല്ലെങ്കിൽ ആ ദിക്ർ അല്ലെങ്കിൽ ആ ഇസ്മ എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും 5 വക്ത് നിസ്കാരം സമയത്തിന് നിസ്കരിക്കുന്നവരാണ്. അത് നിസ്കരിക്കാൻ കഴിയുന്നത് തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ 71 വട്ടം ചൊല്ലുക. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ യാ മാലിക് യാ അല്ലാഹ്, യാ മാലിക് യാ അല്ലാഹ്, യാ മാലിക് യാ അല്ലാഹ് എന്ന ഇസ്മ 121 വട്ടം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങളിൽപ്പെട്ട 2 ഇസ്മുകളാണിത്. യാ ഫത്താഹു എന്നാൽ നന്മയുടെ കവാടങ്ങൾ ധാരാളം തുറന്നു തരുന്നവൻ, വിജയിപ്പിക്കുന്നവൻ, ആശ്വാസം നൽകുന്നവൻ, നേട്ടങ്ങളിലേക്ക് വഴി തുറക്കുന്നവൻ എന്നാണ്. യാ മാലിക് യാ അല്ലാഹ് എന്ന് വെച്ചാൽ മഹാരാജാവ് എന്നാണ്. ഈ അർത്ഥം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 2 ഇസ്മിന് എത്രത്തോളം മഹത്വമുണ്ടെന്ന്. ഈ ഇസ്മ ചൊല്ലുകയും മനസ്സ് നിറഞ്ഞ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടില്ല. അപ്പോൾ എല്ലാവരും സുബ്ഹ് നിസ്കാര ശേഷം 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് ഈ ഇസ്മുകൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ സുബ്ഹ് നിസ്കാര ശേഷവും ചൊല്ലുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തുള്ള, ഇസ്സത്തുള്ള, സമാധാനമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം ശരിയാവാത്തവരുടെ വിവാഹം
എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ അനുയോജ്യമായ ഇണകളെ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയാക്കി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.